റുമറ്റോളജി അല്ലെങ്കിൽ വാതരോഗ വിഭാഗം എന്താണ്, അല്ലെങ്കിൽ റുമറ്റോളജിസ്റ്റ് ഏതൊക്കെ അസുഖങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഇന്ന് നോക്കാം. റുമറ്റോളജി എന്ന് പറഞ്ഞാൽ മെഡിസിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ്. MD ജനറൽ മെഡിസിന് ശേഷം DM ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി ആൻഡ് റുമറ്റോളജി അല്ലെങ്കിൽ DNB അല്ലെങ്കിൽ ഫെലോഷിപ്പ് ചെയ്യുന്നവരാണ് റുമറ്റോളജിസ്റ്റുകൾ. സാധാരണയായി 3 തരത്തിലുള്ള അസുഖങ്ങളാണ് റുമറ്റോളജിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. സന്ധികൾക്ക് വരുന്ന അല്ലെങ്കിൽ സന്ധികൾ, പേശികൾ, അതിനോടനുബന്ധിച്ചുള്ള ടെൻഡൻ, ലിഗമെന്റ് ആൻഡ് അതർ കണക്റ്റീവ് ടിഷ്യൂസ്, അതിനോടനുബന്ധിച്ച് വരുന്ന രോഗങ്ങൾ. ഇതിനെ കൂടുതലായും സന്ധിവാദം അല്ലെങ്കിൽ ബാക്കി അതുപോലെയുള്ള ബാക്കി വാദങ്ങൾ എന്ന് പറയാം. ഇതിൽ പല തരത്തിലുള്ള വാദങ്ങളുണ്ട്. ലൈക്ക് പ്രായത്തോട് അനുബന്ധിച്ച് വരുന്ന തേയ്മാനം പോലെയുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മുതൽ ചെറിയ കുട്ടികൾക്ക് 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് വരുന്ന ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് വരെ ഈ ഭാഗത്തിൽ പെടുന്നു. ഇത് കൂടാതെ പലതരത്തിലുള്ള പെയിൻ ആൻഡ് പെയിൻ സിൻഡ്രോംസ് ലൈക്ക് ടെൻഡനോ ലിഗമെന്റിനോ അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിൽ വരുന്ന എൻതസൈറ്റിസ്, ടെൻഡിനൈറ്റിസ് അല്ലെങ്കിൽ ടെന്നീസ് എൽബോ എന്നൊക്കെ നിങ്ങൾ കേട്ടു കാണും. അതുപോലുള്ള അസുഖങ്ങൾ മുതൽ ശരീരം മുഴുവൻ വേദന അനുഭവിക്കുന്ന ഫൈബ്രോമയാൽജിയ വരെ ഇതിൽ പെടും. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ ശരീരത്തിലെ രോഗപ്രതിരോധ സിസ്റ്റം അത് സാധാരണഗതിയിൽ ഓരോ ഇൻഫെക്ഷനും അല്ലെങ്കിൽ അണുബാധയ്ക്കും എതിരെ പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ ചിലപ്പോൾ ഇത് ഹെൽത്തി ടിഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ശരീരഭാഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. ചില ആൾക്ക് തൈറോയിഡ് അസുഖം മുതൽ ചില ആൾക്കാർക്ക് ശരീരം മുഴുവൻ ബാധിക്കുന്ന ലൂപ്പസ്, മയോസൈറ്റിസ്, ജോഗ്രൻ സിൻഡ്രോം, സിസ്റ്റമിക് സ്ക്ലിറോസിസ് അല്ലെങ്കിൽ വാസ്കുലൈറ്റിസ് എന്നിവ തന്നെ ഇതിൽപ്പെടാം. ഇതിൽ പലതും സങ്കീർണമായ രോഗങ്ങളാണ്. അതിന്റെ ലക്ഷണങ്ങളും സങ്കീർണമായിരിക്കാം. സാധാരണഗതിയിൽ വരുന്ന സന്ധിവേദന, ചെറുതായ ജോയിന്റ്സ് മുതൽ വലിയ ജോയിന്റ്സ് വരെ ഉൾപ്പെടുന്ന സന്ധിവേദന, നീർക്കെട്ട്, അതുകൂടാതെ നീണ്ടു നിൽക്കുന്ന പനി, ക്ഷീണം, കണ്ണിലും വായിലും ഉണ്ടാവുന്ന വരൾച്ച, തീവ്രമായ മുടികൊഴിച്ചിൽ, വായിലുണ്ടാവുന്ന പുണ്ണ്, അതുകൂടാതെ ആന്തരിക അവയവങ്ങൾക്കുണ്ടാവുന്ന ഓരോരോ പ്രശ്നങ്ങൾ ലൈക്ക് ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, അതായത് ശ്വാസകോശം ചുരുങ്ങുന്ന അവസ്ഥ, വൃക്കയ്ക്ക് ഉണ്ടാവുന്ന രോഗങ്ങൾ എല്ലാം അല്ലെങ്കിൽ ഇതിൽ ഓരോന്നും ഒരുമിച്ച് അല്ലെങ്കിൽ ഓരോന്നായിട്ട് തന്നെ ഇതിൽ വരാം. ഈ പ്രശ്നങ്ങളെല്ലാം സങ്കീർണമാവുന്നതോടുകൂടി അതിന്റെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡയഗ്നോസിസ് ആസ് വെൽ ആസ് ട്രീറ്റ്മെന്റ് ഒരു വിദഗ്ധന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ലൈക്ക് ജോയിന്റ് പെയിൻസ് ഓർ ജോയിന്റ് സ്വെല്ലിംഗ്, നീർക്കെട്ട് അല്ലെങ്കിൽ വേദന, സന്ധികളിൽ ഉണ്ടാവുന്ന വേദന, നീണ്ടു നിൽക്കുന്ന പനി, ക്ഷീണം, കണ്ണിലും വായിലും ഉണ്ടാവുന്ന വരൾച്ച, നീണ്ടു നിൽക്കുന്ന വായ്പുണ്ണ്, ശ്വാസകോശം അല്ലെങ്കിൽ കിഡ്നിക്കോ ലിവറിനോ കരളിനോ ഉണ്ടാവുന്ന അസുഖങ്ങൾ, ഇതിൽ ഒന്നിൽ കൂടുതലോ ഒരുമിച്ചുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു റുമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ വാതരോഗ വിദഗ്ധന്റെ സഹായം തേടുന്നത് നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിനും അതുകൂടാതെ തന്നെ അതിന്റെ ചികിത്സയ്ക്കും സഹായകരമാകും.